ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 3 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, 3-ാമത്തെ വർഷത്തിന്റെ അവസാനം യേശു ജെറുസലേമിലേക്ക് തന്റെ കുരിശുമരണത്തിന് തയ്യാറായി മരിക്കുവാനായിട്ട് പോകുമ്പോൾ യേശു വളരെ വേഗത്തിൽ നടക്കുന്നു. യേശു ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് എത്രയും പെട്ടെന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ സ്നാനം, ബാപ്റ്റിസം ഓഫ് ബ്ലഡ്. തന്റെ കുരിശുമരണത്തിന്റെ സ്നാനം സ്വീകരിക്കാൻ, നമ്മളെല്ലാം രക്ഷിക്കാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കൊതിയോടെ യേശു മുന്നോട്ട് പോകുമ്പോൾ യേശു പുറകിൽ ഒരു ശബ്ദം കേട്ടു. യേശു തിരിഞ്ഞു നോക്കി. അപ്പോൾ ശിഷ്യന്മാർ എന്തോ തമ്മിൽ പറയുന്നു. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ സംസാരം നിർത്തി. വീണ്ടും യേശു മുന്നോട്ട് പോയപ്പോൾ അവർ വീണ്ടും കുശു സംസാരിച്ചു. യേശു വീണ്ടും തിരിഞ്ഞു നോക്കി. അപ്പോൾ അവർ വീണ്ടും സംസാരം നിർത്തി. പിന്നീട് യേശു ഒന്നും ചോദിച്ചില്ല. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, വഴിയിലായിരുന്നപ്പോൾ നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിച്ചത്? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉത്തരം അവിടെ യേശു തന്നെ പറയുന്നുണ്ട്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ പറ്റിയാണ് അവർ തർക്കിച്ചത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി കണ്ട ഏറ്റവും അഭിഷേകം നിറഞ്ഞ വചനപ്രഘോഷകന്റെ കൂടെ 3.5 വർഷക്കാലം ജീവിച്ചിട്ടും സൂര്യനെ പോലെ രൂപാന്തര മലയിൽ അവിടുത്തെ മുഖം വെട്ടിത്തിളങ്ങുന്നത് കണ്ടിട്ടും അവിടുത്തെ പ്രകാശത്താൽ വസ്ത്രം ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാനാവാത്ത വണ്ണം വെട്ടിത്തിളങ്ങുന്നത് കണ്ടിട്ടും, നായില്ല വിധവയുടെ മകനെ പേര് ചൊല്ലി വിളിച്ച് ഉയർപ്പിക്കുന്നത് കേട്ടും, കാനായിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കാണിക്കുന്നത് കണ്ടിട്ടും, പഠിപ്പിക്കലുകൾ കേട്ടിട്ടും അവരുടെ ജീവിതത്തിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ പറ്റിയുള്ള തർക്കം, പഠിപ്പിക്കലിന്റെ അവസാനം, 3.5 വർഷക്കാലത്തെ യേശുവിന്റെ പഠനത്തിന്റെയും കോച്ചിങ്ങിന്റെയും അവസാനം, സാക്ഷാൽ ദൈവപുത്രൻ പഠിപ്പിച്ചിട്ടും പഠിക്കാൻ സാധിക്കാതെ, അഥവാ പഠിച്ചത് പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ, അറിഞ്ഞ കാര്യം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കാതെ, അനുസരിക്കാൻ സാധിക്കാതെ അവർ വിഷമിക്കുന്നത് കണ്ടപ്പോൾ യേശു അവരെ വഴക്കു പറഞ്ഞില്ല. യേശു പറഞ്ഞു, എനിക്കറിയാം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. വെറും പഠിപ്പിക്കലുകൾ മാത്രം കൊണ്ട് ഇന്ന് വരെ സഭയിൽ ഒരു വിശുദ്ധനും ഉണ്ടായിട്ടില്ല. അൽഫോൻസാമ കോച്ചിങ് ക്ലാസ്സിന് പോയിട്ടല്ല വിശുദ്ധിയായി തീർന്നത്. അൽഫോൻസാമയ്ക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് വിശുദ്ധിയാകേണ്ടത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മറിയം ത്രേസ്യയും എവിപ്രേസ്യാമയും ഒക്കെ വിശുദ്ധരായിട്ട് ജീവിച്ചത് കോച്ചിങ് ക്ലാസ്സിൽ പോയിട്ടല്ല, എൻട്രൻസ് കോച്ചിങ്ങിന് പോയതുപോലെ ഹോളിനെസ് കോച്ചിങ് ക്ലാസ്സുകൾക്ക് പോയിട്ടല്ല. പഠിപ്പിക്കലുകൾ ഇന്ന് വരെ ആരെയും വിശുദ്ധരാക്കിയിട്ടില്ല. പകരം പഠിപ്പിക്കലുകൾ മറ്റൊരു കാര്യത്തിലേക്ക് നയിക്കണം. അഗ്നി, ദ ഫയർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അഗ്നി. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് പറഞ്ഞ് തർക്കിച്ച ശിഷ്യന്മാരെ യേശു വഴക്കു പറഞ്ഞില്ല. പകരം യേശു മറ്റൊരു കാര്യം പറഞ്ഞു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുത്. എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഇതാ, ഐ വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. അഗ്നി വന്നു കഴിയുമ്പോൾ ചെറുതാകാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അഗ്നി വന്നു കഴിയുമ്പോൾ കൂമ്പാരങ്ങളെ കത്തിച്ചു കളയും. അഗ്നി വന്നു കഴിയുമ്പോൾ അഹത്തെ ചാരമാക്കും. സ്വർഗത്തിന്റെ തീ വന്നു കഴിയുമ്പോൾ പഠിപ്പിക്കലുകൾ മുഴുവൻ അനുസരിക്കാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ പ്രശ്നവും ഇത് തന്നെയാണ്. നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് വായിച്ചു കൂട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി തലയെക്കറ്റി വയ്ക്കുന്നുണ്ട്. വലിയ ഒരു തലയും കൊച്ചു ഹൃദയവുമായി ജീവിക്കുന്ന ക്രിസ്ത്യാനി ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ യേശുവിന്റെ സാക്ഷിയാകാനായിട്ട് സാധിക്കുന്നില്ല. പകരം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് വലിയൊരു ഹൃദയം കിട്ടുന്നു. ആത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ മാത്രമേ നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ കൺവെൻഷന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ഈ പ്രസംഗിക്കുന്നത് ഉൾപ്പെടെ നിങ്ങൾ അറിവിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ദൈവത്തിന്റെ തീ നിങ്ങളെ തൊട്ടാൽ, when the fire comes, ദൈവത്തിന്റെ അഗ്നി തൊട്ടാൽ ആ സെക്കൻഡിൽ മാറ്റം വന്നിരിക്കും. യാതൊരു സംശയവുമില്ല. ബൈബിളും സഭയുടെ ചരിത്രവും അത് നമ്മളെ വ്യക്തമാക്കുന്നു. അഗ്നി തൊടാതെ ഒരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല. സ്കൂളിൽ നിന്ന് കുട്ടികൾ വിശന്ന് ബാഗ് എടുത്ത് വന്നിട്ട് അവർ വലിച്ചെറിഞ്ഞു. മമ്മി 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 വിശക്കുന്നു. മമ്മി പറഞ്ഞു, ഇപ്പൊ ഭക്ഷണം കൊണ്ട് തരാം. ഇന്ന് വലിയൊരു ചിക്കനാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നത്, ഒരു വലിയ കോഴി, വലിയൊരു ചിക്കൻ, അത് ഞാൻ നിങ്ങൾക്ക് തരാം. മമ്മി നേരെ വന്ന് നല്ല
എടുത്ത് മസാല തേച്ച് ഒരു പ്ലേറ്റിലിട്ട് മക്കളുടെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തു. ഒരു ചിക്കന്റെ അകത്ത് മസാല തേച്ച് മക്കളുടെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തു. തിന്നോളാൻ പറഞ്ഞു. മക്കളത് മണപ്പിച്ചിട്ട് പറഞ്ഞു, ഇതെന്തൊരു നാറ്റം. അമ്മ പറഞ്ഞു, എടാ മക്കളെ, ഇത് ചിക്കനാ, ചിക്കൻ, കോഴി കഴിക്ക്. മമ്മി, എന്തൊരു നാറ്റം, ഇതിന്റെ അകത്ത് എന്തൊരു നാറ്റം, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഈ ചിക്കൻ ഞങ്ങൾക്ക് വേണ്ട. വേണ്ടെങ്കിൽ എഴുന്നേറ്റ് പോയി കിടക്ക്. അപ്പുറത്ത് പോയി കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഈ മമ്മി ഇതേ മസാല തേച്ച ചിക്കൻ എടുത്ത് അടുപ്പത്ത് കൊണ്ടുപോയി വലിയൊരു ചീനച്ചട്ടി ചൂടാക്കി അതിന്റെ അകത്ത് എണ്ണ തിളപ്പിച്ചു. എന്നിട്ട് ഇതേ മസാലയും ഈ ചിക്കനും കൂടെ എടുത്ത് ആ എണ്ണയുടെ അകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞ അതേ കുട്ടികൾ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് വിശക്കുന്നു, എന്തൊരു നല്ല മണമടിക്കുന്നു, വിശക്കുന്നു. വേണ്ട എന്ന് പറഞ്ഞ അതേ കുട്ടികൾ ഓടി വരുന്നു. അമ്മ ഇത് പ്ലേറ്റിൽ വിളമ്പുന്നു. നേരത്തെ എന്തിനാ വേണ്ട എന്ന് പറഞ്ഞോ അതിനെ ആ കുട്ടികൾ ആർത്തിയോടെ കഴിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പഠിപ്പിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അഗ്നി വരുമ്പോൾ ചാടി എഴുന്നേൽക്കുന്നു. പഠിപ്പിക്കുന്ന സമയത്ത് തൂങ്ങിയിരിക്കുന്ന ആളുകൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വരുന്നത് കാണുമ്പോൾ, when the fire comes, ആത്മാവിന്റെ അഗ്നി വരുന്നത് കാണുമ്പോൾ അവർ ചാടി എഴുന്നേൽക്കുന്നു. കാരണം തീയെടുത്തിരുന്ന് ഉറങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചൂട് തട്ടിക്കൊണ്ടിരിക്കും. തണുപ്പത്തുറങ്ങുന്നവരും തീയെടുത്ത് വന്നു കഴിയുമ്പോൾ ചാടി എഴുന്നേൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഒരു രംഗം കാണുന്നുണ്ട്. മോശ മരുഭൂമിയിലൂടെ ആടുകളുമായിട്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു മുൾപ്പടർപ്പിന് തീ കത്തുന്നു. മോശ അത് പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും മോശ എടുത്തില്ല. പക്ഷേ വൈകുന്നേരം ആടുകളുമായി തിരിച്ചു പോകുമ്പോഴും ആ മുൾപ്പടർപ്പ് കത്തുന്നു. മോശ ഒന്ന് നോക്കി, എടാ രാവിലെ കത്താൻ തുടങ്ങിയതാണല്ലോ, ഇതെന്താ വൈകിട്ടും കത്തുന്നത്? ആ സാരമില്ല, പോട്ടെ, കുറച്ചുകൂടെ കത്തട്ടെ. പിറ്റേന്ന് രാവിലെ വീണ്ടും ആടുകളുമായിട്ട് വരുമ്പോഴും ആ മുൾപ്പടർപ്പ് കത്തുന്നു. ഇന്നലെ രാവിലെ കത്താൻ തുടങ്ങിയതാണല്ലോ, ഇതെന്താ അവസാനിക്കാത്തത്? ആ സാരമില്ല, കത്തട്ടെ. വൈകുന്നേരം അങ്ങോട്ട് പോകുമ്പോഴും ആ മുൾപ്പടർപ്പ് കത്തുന്നു എന്ന് മാത്രമല്ല, അത് ചാരമാകുന്നില്ല. മോശയ്ക്കൊരു കാര്യം മനസ്സിലായി, എങ്ങനെ കത്തിയാലും ഒരു ദിവസം കൊണ്ട് കത്തിത്തീരണം. ഇത് രണ്ടാം ദിവസം വൈകുന്നേരവും കത്തുന്നു. മാത്രമല്ല, എനിക്ക് മുൾപ്പടർപ്പിനെ വ്യക്തമായിട്ട് കാണാം. ഇതെന്താണെന്ന് കാണുവാൻ മോശ പതുക്കെ അടുത്തോട്ട് ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുമ്പോൾ സഭയെ കളിയാക്കുന്നവരും സഭയെ വിമർശിക്കുന്നവരും സഭയെ കുറ്റപ്പെടുത്തുന്നവരും ഇതെന്താണെന്ന് കാണാൻ അടുത്തടുത്ത് വരുന്ന ഒരു കാഴ്ച സഭയുടെ ചരിത്രത്തിലുണ്ട്. സഭയെ കുറ്റം പറയുന്നവരെല്ലാം അഗ്നി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഈ അഗ്നി കാണാൻ ഓടി വരുന്നു. മുൾപ്പടർപ്പ് കത്തുന്ന സമയത്ത് മോശ കടന്നു വന്നു ഇതെന്താണെന്ന് കാണുവാൻ. അടുത്ത് വന്നപ്പോൾ ഒരു സ്വരം അവിടെ നിന്ന് കേട്ടു, മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പുകളെ അഴിച്ചു മാറ്റുക. മോശ ഒരു കാര്യം കണ്ടു, മുൾപ്പടർപ്പ് കത്തുന്നു, അത് ചാരമാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. മോശ ഇപ്രകാരം ചിന്തിച്ചു, ദൈവമേ, ഇവിടെ ധാരാളം ഈന്തപ്പനകൾ ഉണ്ടായിരുന്നല്ലോ, ഈന്തപ്പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്ന ഈന്തപ്പനകൾ, എന്തേ നിന്റെ അഗ്നി മുൾപ്പടർപ്പിൽ കത്തി? എന്തേ നിന്റെ അഗ്നി ഒരു ഈന്തപ്പനയിൽ കത്തിയില്ല? ഒരു ഈന്തപ്പന നല്ല മരമാണല്ലോ, ഈന്തപ്പഴം നല്ലതാണല്ലോ. എല്ലാവരെയും മുറിച്ച് തള്ളുന്ന, എല്ലാവരെയും മുറിപ്പെടുത്തുന്ന, ആർക്കും വേണ്ടാത്ത ഈ മുൾപ്പടർപ്പിൽ ദൈവമേ, എന്റെ അഗ്നി, നിന്റെ അഗ്നി നീ എന്തിനു കത്തിക്കുന്നു? മോശ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ വന്നത് ഈന്തപ്പഴത്തിന് തീ കൊടുക്കാനല്ല ഞാൻ വന്നത്, ഈന്തപ്പനകളെ അഭിഷേകം ചെയ്യാനല്ല ഞാൻ വന്നത്. ആർക്കും വേണ്ടാത്ത, അടുത്തു ചെന്നാൽ മുറിക്കുന്ന, നാവെടുത്ത് സംസാരിച്ചാൽ മറ്റുള്ളവരെ മുറിച്ചു തള്ളുന്ന, ഇടപെട്ടാൽ മുറിഞ്ഞല്ലാതെ പോകാൻ പറ്റുന്ന, എല്ലാവരും തള്ളപ്പെട്ട് കിടക്കുന്ന മുൾപടർപ്പുകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറക്കി അവരെ വിശുദ്ധരാക്കി മാറ്റുവാൻ, സ്വർഗത്തിൻ്റെതാക്കി മാറ്റാൻ, രൂപാന്തരപ്പെടുത്താൻ, അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ എന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ആരും മുൾപ്പടർപ്പാന്നോർത്ത് വിഷമിക്കണ്ട. ചിലപ്പോ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ നോക്കി പറഞ്ഞു കാണും, നിങ്ങളുടെ എവിടത്തെ സ്വഭാവമാണ്, നിങ്ങളുടെ ബാക്കി സഹോദരന്മാർക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണ്, എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല ഈ സ്വഭാവം. അതെ, നിങ്ങളുടെ ഭാര്യ പോലും പറഞ്ഞു കാണും, നിങ്ങളൊരു മുൾപ്പടർപ്പാണ്, നിങ്ങളൊരു മുൾപ്പടർപ്പാണ്. പ്രിയപ്പെട്ട ഭാര്യയെ നിങ്ങളെ നോക്കി നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞു കാണും, എടി, നിന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത ഈ മൂശട്ട സ്വഭാവം എവിടെ നിന്ന് കിട്ടിയടി? ആർക്കും ഇല്ലല്ലോ, നിന്റെ അമ്മയ്ക്കുമില്ല, ചേച്ചിമാർക്കുമില്ല, അനിയത്തിയില്ല, നിനക്ക് മാത്രം എന്താടി ഇത്ര നീളമുള്ള ഒരു നാക്ക്? എടി, നീ എന്താടി ഇങ്ങനെയായി പോകുന്നത്? പറയണം, ചേട്ടാ, ഞാനൊരു മുൾപ്പടർപ്പാണ്. ശാലോം കൺവെൻഷൻ കഴിഞ്ഞിട്ട് ചേട്ടൻ നോക്കിക്കോ, ഈന്തപ്പനകൾക്ക് തീ പിടിക്കത്തില്ല, പക്ഷെ ഈ മുൾപ്പടർപ്പ് തീയും കൊണ്ടേ വരത്തുള്ളൂ. ഈന്തപ്പനകൾക്ക് തീ പിടിക്കത്തില്ല, ഈ മുൾപ്പടർപ്പ് തീയും പിടിച്ച് ഞാൻ ഇന്ന് കത്തിയെറിഞ്ഞേ വരത്തുള്ളൂ. കാരണം ദൈവം മുൾപ്പടർപ്പുകളുടെ മേൽ അഗ്നി അയക്കുന്നവനാണ്. ഇന്ന് നമുക്ക് യോഹന്നാനെ ഭയങ്കര ഇഷ്ടമാണ്, ശരിയാ, പക്ഷെ ആളത്ര നല്ല പുള്ളിയൊന്നും അല്ലായിരുന്നു.
കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം യേശുവിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ നിന്റെ വലത്തുവശത്തെ പ്രധാനമന്ത്രി കസേരയിൽ ഈ യോഹന്നാനെ ഇരുത്തണം, ഇടത്തുവശത്ത് മുഖ്യമന്ത്രി കസേരയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ യാക്കോബും, മറ്റുള്ളവർക്കൊക്കെ പിയൂൺ പോസ്റ്റ് കൊടുത്തേച്ചാൽ മതി. ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഏറ്റവും വലിയ സ്ഥാനം. ബാക്കിയുള്ളവരൊക്കെ പിയൂണോ അറ്റൻഡറോ എന്നതാന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അവരെ 10 പേരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇടത്തും വലത്തും ഇരിക്കേണ്ട ജോലി ഞങ്ങളുടേതാണ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അധികാരമോഹിയായ യോഹന്നാൻ തീർന്നില്ല. പ്രതികാരദാഹിയായ യോഹന്നാൻ. സമരിയായിലൂടെ യേശു നടന്നു പോകുമ്പോൾ യേശുവിനെ അവർ തടഞ്ഞു. എളിമയുള്ളവനായതുകൊണ്ട് യേശു വഴിമാറിപ്പോയി. യോഹന്നാൻ യേശുവിനെ തടഞ്ഞിട്ട് പറഞ്ഞു, ഒരു വാക്ക് പറയാമെങ്കിൽ ഇവന്മാരുടെ ഷേപ്പ് ഇപ്പൊ ഞാൻ മാറ്റിക്കളയും. ആകാശത്ത് നിന്ന് ഏലിയായെ പോലെ തീയിറക്കി ഇവന്മാരെ 10,000 സ്ത്രീകളെയും ഗർഭിണികളെയും കുട്ടികളെ അടക്കം ഞാൻ കരിച്ചുണ്ടല്ലോ, ഞാൻ ചാരമാക്കി തരാം. അങ്ങ് ഒരു വാക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, ഇവന്മാരെ മുഴുവൻ ഞാൻ ബോംബിട്ട് നശിപ്പിച്ചു കളയാം, തീയിറക്കാം. യേശു തിരിഞ്ഞു ചോദിച്ചു, എടാ യോഹന്നാനെ, എന്ത് ആത്മാവാടാ നിന്റെ അകത്തിരിക്കുന്നത്? എന്നിട്ട് തിരിഞ്ഞു പോയി. പ്രതികാരദാഹിയായ യോഹന്നാൻ, അധികാരമോഹിയായ യോഹന്നാൻ ഇന്ന് സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. നമ്മൾ യോഹന്നാനോട് ചോദിക്കുന്നു, യോഹന്നാനെ നിനക്ക് എന്ത് പറ്റി? യോഹന്നാൻ പറയും, ജോൺ, ഞാനൊരു കത്തുന്ന മുൾപ്പടർപ്പായി മാറി. ഞാനൊരു മുൾപ്പടർപ്പായിരുന്നു, ഞാൻ മുറിക്കുന്നവനായിരുന്നു. എന്നാൽ എന്റെ മേൽ സ്വർഗത്തിന്റെ അഗ്നി കടന്നു വന്നു. പെന്തക്കോസ്ത നാളിൽ ഞാൻ പരിശുദ്ധ മറിയത്തോടൊപ്പം ഇരിക്കുമ്പോൾ ആത്മാവിന്റെ അഗ്നി എന്റെ മേൽ ഇറങ്ങി വന്നു. ഞാനാകുന്ന മുൾപ്പടർപ്പിൽ തീ പിടിക്കാൻ തുടങ്ങി. എനിക്കിപ്പോ സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റണില്ല. സ്നേഹം എന്നിൽ കത്തുന്നു. എനിക്കറിയാൻ വയ്യ, സ്നേഹം പുറത്തേക്ക് ഒഴുകുകയാണ്. ഐ ഫീൽ ദ ഫയർ. എന്നിൽ ആത്മാവിന്റെ അഗ്നി ഇറങ്ങി വന്നിരിക്കുന്നു. എനിക്കിപ്പോ ആരോടും വെറുക്കാൻ പറ്റുന്നില്ല, ആരെയും കൊല്ലാൻ പറ്റുന്നില്ല, അധികാരമോഹമില്ല. കാല് കഴുകാൻ എനിക്ക് കൊതിയാണ്, പ്രതികാരദാഹമില്ല. ശത്രുക്കളെ സ്നേഹിക്കാൻ എനിക്ക് കൊതിയാണ്. എന്തു പറ്റി? ഫയർ, അഗ്നി. ദൈവത്തിന്റെ അഗ്നി എന്റെ മേൽ വന്നു. ഇവിടുന്ന് ദാഹിച്ചോണം കേട്ടോ. ദൈവമേ, നിന്റെ ആത്മാവിന്റെ അഗ്നി. ഡോക്ടർ ജോൺ ഉണ്ടല്ലോ, നിങ്ങളോട് പറയാം, പോക്കായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. സെപ്റ്റിക് ടാങ്കിൽ നിന്നാ ദൈവം എന്നെ പൊക്കിയെടുത്തത്. പാപത്തിന്റെ വഴികളിലൂടെ പോയ ഒരു മകനാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. എന്റെ വീട്ടിലെ തന്നെ ഒരു മുൾപ്പടർപ്പായിരുന്നു ഞാൻ. മുൾപ്പടർപ്പ്, കത്തുന്ന മുൾപ്പടർപ്പാക്കി ദൈവം ഇന്ന് മാറ്റി. ഈ മുൾപ്പടർപ്പിന്റെ മേൽ ഒരു ദിവസം ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്നു. ഒന്നിനും കൊള്ളാത്ത ജോണിന്റെ നാവിൽ ദൈവം വചനം വെച്ചു തന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് പറഞ്ഞു, നീ ഒരു മുൾപ്പടർപ്പായി നിന്ന് കത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ നിന്നിലേക്ക് ആകർഷിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി എത്ര നാൾ ജീവിക്കും? 15 കൊല്ലോ 10 കൊല്ലമോ? ഇവിടെ ഇരിക്കുന്ന 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ചിന്തിക്കൂ, നിങ്ങൾ എത്ര വർഷം കൂടെ ജീവിക്കും? 15ഓ 20ഓ? അത്രയൊക്കെ ഉള്ളൂ. 20ഒക്കെ നമുക്ക് ബോണസ് ആണ്. ചിന്തിച്ചോണം. നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കാണുന്നത്. യുവജനങ്ങളെ ഞാൻ വിട്ടു. പക്ഷെ ബാക്കി എന്റെ കണ്ണിൽ കാണുന്ന പലരും ജീവിതത്തിന്റെ 4 മണി സമയത്ത് എത്തി നിൽക്കുന്നവരാണ്. സായാഹ്നം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കിലും കർത്താവിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്തുകൊണ്ട്, ദൈവമേ, നിന്റെ ആത്മാവിന്റെ അഗ്നി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഉടുത്തിരുന്ന പാന്റ് ഉരിഞ്ഞു പോയിട്ട് അറിയാത്തൊരു മനുഷ്യനുണ്ട്. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇട്ടിരുന്ന പാന്റ് ഊരിപ്പോയിട്ട് അറിഞ്ഞില്ല. അവന്റെ പേരാ ദാവീദ്. ദൈവം അവനെ നോക്കി പറഞ്ഞു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ മകനെ ഞാൻ കണ്ടു. ദാവീദേ, നിനക്കെന്തു പറ്റി? ദാവീദ് പറയും, ഞാൻ അറിഞ്ഞില്ല. അവന്റെ സ്നേഹാഗ്നിയിൽ ഞാൻ മൂടിപ്പോയ സമയത്ത് പാന്റ് ഊരിപ്പോയി. അടിവസ്ത്രങ്ങളിട്ട് ദാവീദ് രാജാവ് ആരാധിച്ചു. അറിഞ്ഞില്ല എന്ന് ഭാര്യ കളിയാക്കി. ദൈവം മാത്രം വിളിച്ചു പറഞ്ഞു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ഞാൻ കണ്ടെത്തി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പാഷൻ നഷ്ടപ്പെട്ടു. We lost everything. We lost the passion for Jesus. നമുക്ക് യേശുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം, മണവാട്ടിക്ക് ആദ്യ നാളുകളിൽ മണവാളനോട് തോന്നുന്ന ആ സ്നേഹമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, നമുക്ക് യാന്ത്രികമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് പോലും ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ ബിസ്ക്കറ്റ് മേടിച്ച് വായിലിട്ടുണ്ട് വരുന്നത് പോലെയാണ്. യുവജനങ്ങൾ ചവച്ച് ഇടത്തോട്ടും വലത്തോട്ടും നോക്കി ഹായ് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കാഴ്ച ചില രാജ്യങ്ങളിൽ കണ്ടു. ലോകം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള സഭയെ, ദൈവം കേരള സഭയെ വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. മറന്നു പോകരുത്. ചേർന്ന് പറ ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന് മുമ്പിൽ വിശ്വാസം കാണിച്ചു കൊടുക്കാൻ, ഒരു തിരികെടാതെ സൂക്ഷിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഒരു മുൾപ്പടർപ്പായി ഇന്ന് വന്ന വ്യക്തി ഇവിടെ നിന്ന് തീ പിടിച്ചുകൊണ്ട് പോകും. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, മോശ കണ്ട മുൾപ്പടർപ്പിൽ ആരെങ്കിലും 2 ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ?
ആ വെള്ളം മുഴുവൻ നീരാവിയായി പോകും. ആ വെള്ളം മുഴുവൻ ഒരു ശബ്ദം, അതിനു മുമ്പ് അത് മുഴുവൻ നീരാവിയായി തീർന്നു. ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ലോകം മുഴുവൻ അവന്റെ തീ കെടുത്താൻ ശ്രമിച്ചാലും അത് മുഴുവൻ നീരാവിയായി പോകത്തേ ഉള്ളൂ. പകരം നമ്മൾ കത്തിക്കൊണ്ടു നിൽക്കും. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്, നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ ഇന്ന് വൈകുന്നേരം ടെലിവിഷനിൽ ഒരു വാർത്ത കേൾക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ തൃശൂർ കളക്ടറേറ്റിൽ നാളെ രാവിലെ 3 മണിക്ക് എത്തുന്ന 500 പേർക്ക് 10 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. തൃശൂർ കളക്ടറേറ്റിൽ നാളെ രാവിലെ ആദ്യം എത്തുന്ന 500 പേർക്ക് 10 ലക്ഷം രൂപ ഫ്രീ എന്ന് ടെലിവിഷനിൽ നിന്ന് വൈകിട്ട് ഒരു അറിയിപ്പ് വന്നാൽ എന്തായിരിക്കും? ആ ടെലിവിഷൻ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഉടുത്തോണ്ടിരുന്ന പാന്റും ഷർട്ടും ലുങ്കിയും നൈറ്റിയും മാറ്റാതെ വിടടാ വണ്ടി വിടടാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ കിട്ടുന്ന വണ്ടിയുടെ കയറി അവിടെ പോയി ക്യൂ നിൽക്കുകയാണ്. നാളെ രാവിലെ 5 മണിക്ക് എത്തുന്നവർക്കാ. ഇന്ന് വൈകുന്നേരം മണി 7:30 ആയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ ചെന്നപ്പോ ഒരു കാഴ്ച കണ്ടു. അവിടെ ഒരു 10,000 പേര് അപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. നിങ്ങൾ ചോദിച്ചു ഇത് എപ്പോഴെത്തി? പ്രധാന വാർത്തകൾ കാണിച്ചപ്പോ തന്നെ ഞങ്ങൾ ഓടി. ചേച്ചി അവസാനം വരെ കാത്തിരുന്നത് കൊണ്ട് ഏറ്റവും പുറകിലായി. ഞങ്ങൾ ഇത് ആദ്യം കാണിച്ചപ്പോ തന്നെ TV ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഞങ്ങൾ ഓടി വന്ന് നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ കാണുന്നു വെളുപ്പിന് വരെ ആളുകളുടെ ഒരു പ്രളയം. എന്തേ? 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ലുങ്കി മാറ്റാൻ മറന്നുപോയി. പഴയ ലുങ്കി ഉടുത്തോണ്ട് ഓടി, പഴയ നൈറ്റി ഉടുത്തോണ്ട് ഓടി. പല്ലും തേക്കണ്ട, രാത്രിയത്തെ കഞ്ഞിയും പയറും വേണ്ട, ഒന്നും വേണ്ട. ഈ എത്രമാത്രം ക്യൂ നിന്നാലും കുഴപ്പമില്ല. പള്ളിയിലച്ഛന്റെ പ്രസംഗം 10 മിനിറ്റ് നീണ്ട നോക്കുന്നവർ രാത്രി മുഴുവൻ ആ തൃശ്ശൂരിലെ കളക്ടറേറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ മടിക്കത്തില്ല. എന്താ കാര്യം? 10 ലക്ഷം രൂപ ഫ്രീ. പ്രിയപ്പെട്ടവരെ, യേശു പറയാണ് 1000 ലക്ഷം രൂപയേക്കാൾ വിലയുള്ള. നിങ്ങൾക്കറിയാവോ, ഞാനൊരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ കിട്ടിക്കൊണ്ടിരുന്ന നല്ല ശമ്പളം വലിച്ചെറിഞ്ഞിട്ടാ ഈ തൊണ്ട പൊട്ടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു കഴുതയെ പോലെ കൂവിക്കൊണ്ടിരിക്കുന്നു. മറന്നു പോകരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പണിയുമില്ലാഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളല്ല ഞാൻ. മറന്നു പോകരുത് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓർക്കാം, ഒന്നേ എനിക്ക് ഭ്രാന്താണ്, അല്ല ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. എന്താ നിങ്ങൾ തീരുമാനിച്ചോ? പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് യേശുവിന്റെ നാമം പ്രസംഗിക്കണമെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തിക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ ദൈവത്തെ ആ വ്യക്തി കണ്ടിട്ടുണ്ട്. ഇത് രണ്ടിലൊന്നാണ്. നിങ്ങൾക്ക് ആ തീരുമാനം ഞാൻ വിട്ടുതരുന്നു. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ എൻട്രൻസ് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ. സാധാരണ വീട്ടിലെയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ MBBS പൈസ കൊടുത്ത് പഠിക്കാൻ 60 ലക്ഷം രൂപയാണ് MBBSന്റെ സീറ്റിന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ. എനിക്കതില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് നീ തരണം. കർത്താവ് തന്നു. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിച്ചു. പക്ഷെ അന്ന് ഞാൻ ഉറക്കമില്ലാതെ പഠിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത്ര ദാഹത്തോടെ ഞാൻ MBBS സീറ്റിന് വേണ്ടി പഠിച്ചു. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു മൃദുല സ്വരം കേട്ടു. ജോൺ, നീ MBBS സീറ്റിന് വേണ്ടി പഠിച്ചതിനേക്കാൾ, ആഗ്രഹിച്ചതിനേക്കാൾ, കൊതിച്ചതിനേക്കാൾ എന്റെ ആത്മാവിന് വേണ്ടി നീ കൊതിച്ചാൽ, നീ ദാഹിച്ചാൽ നിനക്ക് ഞാൻ എന്റെ അഭിഷേകം തരും. ചേർന്ന് പറ ഹല്ലേലൂയ. നിന്റെ കൊതി എവിടം വരെ ഉണ്ടെന്ന് ഞാൻ നോക്കും. MBBS ആണോ നിനക്ക് വലുത്? പരിശുദ്ധാത്മാവാണോ നിനക്ക് വലുത്? 10 ലക്ഷം രൂപയാണോ നിനക്ക് വലുത്? പരിശുദ്ധാത്മാവാണോ നിനക്ക് വലുത്? 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇന്ന് തന്നെ കളക്ടറേറ്റിന് മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവിനെ ഫ്രീ ആയിട്ട് തരുമെന്ന് പറഞ്ഞ ആരാ പ്രിയപ്പെട്ടവരെ വന്ന് ഇതുപോലെ ക്യൂ നിൽക്കുന്നു? ആരാണ് ക്യൂ നിൽക്കുന്നത് പ്രിയപ്പെട്ടവർ? എത്ര പരസ്യമാണ് വെക്കേണ്ടി വരുന്നത്? പരിശുദ്ധാത്മാവിനെ തരുന്നു, വാ. നോക്കട്ടെ, സമയമില്ല ബ്രദറെ, ജോലിത്തിരക്കല്ലേ. 10 ലക്ഷം രൂപ ഫ്രീ ആയിട്ടാണെങ്കിൽ സമയം ഉണ്ട് ബ്രദറെ. സമയം ഉണ്ടോന്നോ? നാളെ ജോലിക്ക് പോകുന്നില്ല. പരിശുദ്ധാത്മാവ് നോക്കട്ടെ ബ്രദറെ. പിന്നെ പിതാക്കന്മാരുടെയൊക്കെ ഫോട്ടോ കണ്ട് അതുകൊണ്ടൊന്ന് വന്നേക്കാം, അല്ലെങ്കിൽ ആകപ്പാട് വിഷമാകത്തില്ലേ? വന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട, ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് അഭിമന്യ തൂമ്പുഴി പിതാവ് ശാലോം ടെലിവിഷനിൽ പ്രസംഗിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. പിതാവിന്റെ രൂപത, തൃശ്ശൂർ രൂപതയിലെ ഒരാളുടെ കാര്യം പറഞ്ഞു. ആന്റണി ചേട്ടൻ എന്നാണ് പേര്. മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് SSLC പരീക്ഷയുടെ തലയാഴ്ച കാറ്റഗിസം പരീക്ഷ വന്നു. കൂട്ടുകാരും എഴുതുന്നില്ല. അപ്പോ മോള് എന്നിട്ട് അപ്പനോട് ചോദിച്ചു, ചാച്ചാ ഞാനും പരീക്ഷ എഴുതാതിരുന്നോട്ടെ, അടുത്ത ഞായറാഴ്ച SSLC പരീക്ഷ അടുത്ത ആഴ്ച, അപ്പൊ ഇന്ന് എനിക്ക് ഇനി കാറ്റഗിസത്തിനും കൂടെ പഠിക്കാൻ വയ്യ. അപ്പൻ മോളോട് ഒരു ചോദ്യം ചോദിച്ചു, മോളെ കാറ്റഗിസം പരീക്ഷയാണോ വലുത്, SSLC പരീക്ഷയാണോ വലുത്? മണ്ടൻ ജോൺ ശാലോം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, SSLC പരീക്ഷയാണ് വലുത്. പക്ഷെ ആ മകൾ ആന്റണി എന്ന് പറയുന്ന ചാച്ചന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, അപ്പാ കാറ്റഗിസം പരീക്ഷയാണ് വലുത്, എന്നാൽ വലുതിന് വേണ്ടി ഒരുങ്ങിക്കോ. എന്റെ കണ്ണു നിറഞ്ഞു. എനിക്ക് മനസ്സിലായി, ഞാൻ എന്റെ മോളെ വളർത്തിയതുപോലെ അല്ല തൃശ്ശൂർ രൂപതയിലെ ആന്റണി ചേട്ടൻ മകളെ വളർത്തിക്കൊണ്ടുവന്നത്.
ഏത് പരീക്ഷയാണ് വലുതെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ വചനമാണ് വലുതെന്ന് പറയാൻ തക്കവണ്ണം LKG മുതൽ 10ാം ക്ലാസ് വരെ ആ മകളെ വളർത്തിക്കൊണ്ടുവന്ന തൃശ്ശൂർ രൂപതയിലെ ആന്റണി ചേട്ടനെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരും പരീക്ഷ എഴുതാനില്ല. ആന്റണി ചേട്ടന്റെ മകള് പോയി കാറ്റഗിസം പരീക്ഷ എഴുതി. ആ സമയത്ത് മിടുക്കികളും മിടുക്കന്മാർ SLCക്ക് വേണ്ടി പഠിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച SLC പരീക്ഷ എഴുതി. ആന്റണി ചേട്ടന്റെ മോളും എഴുതി. എല്ലാവരും എഴുതി. കുറച്ച് നാൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഒരു കോളിംഗ് ബെല്ല് വീട്ടില്. ആന്റണി ചേട്ടൻ വന്ന് വാതിൽ തുറന്നപ്പോ ഒരു 12 പേര് വിടുപ്പുണ്ട്, ക്യാമറയും പിടിച്ചോണ്ട്. ആന്റണി ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ ദീപികയെന്ന് വരുന്നു, ഞാൻ മാതൃഭൂമിന്ന് വരുന്നു, ഞാൻ മനോരമയെന്ന് വരുന്നു. എല്ലാരും കൂടെ എന്താ പ്രശ്നം? ആന്റണി ചേട്ടന്റെ മോൾക്ക് സ്റ്റേറ്റിൽ 1ാം റാങ്ക് ആണ്. SSLCക്ക് ആന്റണി ചേട്ടന്റെ മോൾക്ക് സ്റ്റേറ്റിൽ 1ാം റാങ്ക് ആണ്. അതെ, ഏതാണ് വലുത്? കാറ്റഗിസം പരീക്ഷയാണോ വലുത്? SSLC പരീക്ഷയാണോ വലുത്? പഠിപ്പിച്ചു LKG മുതൽ. ദൈവവും ദൈവത്തിന്റെ വചനം സഭയും കഴിഞ്ഞിട്ട് മതിയടി പഠിച്ചത്. അവള് പഠിച്ചു പ്രിയപ്പെട്ടവരെ, അവള് പഠിച്ചു. അവൾക്ക് ദൈവം കൊടുത്തു 1ാം റാങ്ക്. ഇന്ന് അവൾ തൃശ്ശൂരിലുണ്ട്. MBBS MD പീഡിയാട്രിക്സ് കുട്ടികളുടെ ഡോക്ടറായി അവൾ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. മറന്നു പോകരുത്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാനും നിങ്ങളും കത്തുന്ന മുൾപ്പടർപ്പ്, നമ്മുടെ കുടുംബം കത്തുന്ന മുൾപ്പടർപ്പ്. തൃശ്ശൂർ രൂപതയിലെ ആന്റണി ചേട്ടന്റെ കുടുംബം ഒരു കത്തുന്ന മുൾപ്പടർപ്പായി നമ്മുടെ മുമ്പിൽ പ്രശോഭിക്കുന്നു. നമ്മുടെ ജീവിതം കൺവെൻഷനിൽ വെച്ച് കൈയടിച്ച് പാട്ടുപാടി പ്രസംഗം കൊള്ളാമെന്ന് പറഞ്ഞ് 10 പോയിന്റ് എഴുതിയെടുത്ത് പോകാനല്ല. ഇവിടുന്ന് ചില തീരുമാനമെടുക്കണം. ഞാനിത് ചെയ്യും, ഞാൻ ഈ വില എന്റെ അപ്പന് കൊടുക്കും, ഞാൻ ഈ വചനം അനുസരിക്കും. ഇത് പരിശുദ്ധാത്മാവ് എന്നോടാ പറയുന്നത്. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അഗ്നി ഇറങ്ങുവാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഫയർ. ആത്മാവിന്റെ അഗ്നി നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 1, നമ്മൾ കത്തുന്ന മുൾപ്പടർപ്പ്. 2, നമ്മുടെ കുടുംബം കത്തുന്ന മുൾപ്പടർപ്പ്. 3, നമ്മുടെ സഭ കത്തുന്ന മുൾപ്പടർപ്പ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തല്ലേ! റോമിൽ മാർപ്പാപ്പയെ കാണാനായിട്ട് ദൈവം എനിക്ക് അടുത്ത് നിന്ന് കാണാൻ ഒരു ഭാഗ്യം തന്നു കേട്ടോ. തൊട്ടടുത്ത് നിന്ന്, ഇത്ര അടുത്ത് നിന്ന് ഞാനിങ്ങനെ മാർപ്പാപ്പയുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഒരു സൂര്യൻ ഉദിച്ചതുപോലത്തെ ഒരു മാർപ്പാപ്പ നടന്നു വരുന്നു. ഓ, സ്നേഹം നിറഞ്ഞൊഴുകുന്നു. നോട്ടത്തിൽ സ്നേഹം, ഇടപെടലിൽ സ്നേഹം, കെട്ടിപ്പിടുത്തത്തിൽ സ്നേഹം, അവിടെ മുഴുവൻ സ്നേഹം. ഒരു മനുഷ്യൻ ലോകത്തെ മുഴുവൻ ആകർഷിക്കുകയാണ്. ലോകം മുഴുവൻ വെള്ളക്കാര് പള്ളിയിൽ പോകുന്ന എണ്ണം കൂടിയിരിക്കുന്നു. ഓസ്ട്രേലിയയിലും അമേരിക്കയിലും എല്ലാം ജനങ്ങൾ കൂട്ടത്തോടെ പള്ളിയിൽ വരാൻ തുടങ്ങി. പള്ളി വേണ്ടാന്ന് പറഞ്ഞ് നടന്നവർ പള്ളിയിലേക്ക് വരുന്നു. കാരണം എന്താ? ഒരു മനുഷ്യൻ കത്തുന്ന മുൾപ്പടർപ്പായി മാറിയിരിക്കുന്നു. ഞാൻ യൂറോപ്പിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളുടെ സൈഡിൽ എന്റെ അത്രയും മുടി വെട്ടിയ ഒരു പെണ്ണിരുന്ന് ധ്യാനം കൂടുന്നു. ഞാൻ വിചാരിച്ചു, ഇവൾക്ക് ഇത്തിരി കൂടെ മുടി വളർത്താൻ പാടില്ലേ? പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടെ മുടി, എന്നെ പോലെ മുടി വെട്ടി എങ്ങനെ ഇത്ര മുടിയേ ഉള്ളൂ കറക്റ്റായിട്ട്. അപ്പൊ ഞാൻ അവളെ ഉള്ളിൽ വിമർശിച്ചു. പക്ഷെ അവൾ നന്നായിട്ട് പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ധ്യാനമൊക്കെ കഴിഞ്ഞ് അവൾ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഡോക്ടർ ജോൺ, എന്റെ മുടി കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? ഞാൻ പറഞ്ഞു, കുഴപ്പം തോന്നി. ഞാൻ സഹോദരിയെ വിധിച്ചു. ഞാൻ പറഞ്ഞു, ഇച്ചിരി കൂടെ വളർത്താമായിരുന്നു, കുറച്ചുകൂടി ഇവിടം വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അവളുടെ ഭർത്താവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ മനഃപൂർവ്വം ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുടി വെട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, അത് എന്തിന്റെ ഓർമ്മയാണ്? അപ്പൊ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. അവിടെ ആരാധനാ സ്വാതന്ത്ര്യമില്ല, അവിടെ പള്ളികളില്ല. അവിടെ ഞങ്ങൾ ഒരു സ്ഥലത്തിരുന്ന്, ഇവൾ നേഴ്സാണ്, ഇവൾ ഈ നല്ല തീഷ്ണതയുള്ള ഈ കത്തോലിക്ക പെൺകുട്ടി ബാക്കി നേഴ്സുമാരെല്ലാം വിളിച്ചുകൂട്ടി അവളുടെ ഭവനത്തിൽ ഗ്രൂപ്പ് നടത്തി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലീസുകാർ വന്ന് ഇത് വളഞ്ഞു, ഇതിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇവളെ കൊണ്ടുപോയി നല്ല മുടി നീട്ടി വളർത്തിയിരുന്ന ആ പെൺകുട്ടിയെ കൊണ്ടുപോയി ജയിലിലിട്ടു. 3 മാസത്തിന് ശേഷം അവൾ പെണ്ണായതുകൊണ്ട് അവളെ കൂടുതൽ ഉപദ്രവിച്ചില്ല, അവളെ നാട്ടിലേക്ക് കയറ്റി വിട്ടു. പക്ഷെ അവര് മുടി വെട്ടിക്കളഞ്ഞു. മുടി വെട്ടി മൊട്ടയടിച്ചിട്ടാണ് അവളെ നാട്ടിലേക്ക് കയറ്റിയത്. അന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇല്ല, കൊച്ചി വിമാനത്താവളമാണ് ഉണ്ടായിരുന്നത്. അവൾ ഏതൊക്കെയോ വഴിക്ക് ഇറങ്ങി കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങി. വീട്ടുകാരെ അറിയിച്ചിരുന്നു, പക്ഷേ വീട്ടിൽ നിന്നും അപ്പനോ അമ്മയോ സഹോദരങ്ങളോ അവളെ സ്വീകരിക്കാൻ വന്നില്ല. അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു, ഡോക്ടർ ജോൺ, പല കൂട്ടായ്മയിലും മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ എന്ന് ഞാൻ നേഴ്സുമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് അന്ന് മനസ്സിലായി, അമ്മ മറക്കും, മോളെ മോളെ എന്ന് വിളിച്ചിരുന്ന അമ്മ മറക്കും എന്ന് എനിക്ക് മനസ്സിലായി. മൊട്ടയടിച്ചു വന്നിരുന്ന എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ആരും വന്നില്ല. ഒരു ടാക്സി പിടിച്ച് വീട്ടിൽ ചെന്ന് കയറി. വാതിൽ തുറന്ന പാടെ അമ്മ തുള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. എടി എരണം കെട്ടവളെ, ഏത് നേരത്താണടി നീ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞത്? നിന്റെ കൂടെ പോയവരൊക്കെ ലക്ഷങ്ങൾ ഉണ്ടാക്കുമ്പോ മുടിപ്പെട്ടി ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയാണല്ലേ എടി. അവളെന്നോട് പറഞ്ഞു, ഡോക്ടർ ജോൺ, അമ്മ മറക്കും, അമ്മ മറക്കത്തില്ലെന്നാ അന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നത്. അമ്മ മറക്കും,
ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും കഴിച്ചതിന്റെ ബാക്കി വീട്ടിൽ വെച്ചേക്കും. കുറെ കഴിയുമ്പോൾ അവൾ ഒറ്റയ്ക്ക് പോയി എടുത്തു നിൽക്കും. പിറ്റേ ദിവസം രാവിലെ ഒരു സ്കാർഫ് തലയിലിട്ട് പള്ളിയിലേക്ക് പോകാൻ നേരത്തെ അമ്മ പറഞ്ഞു, കൊന്നുകളയും ഞാൻ നിന്നെ, പള്ളി പോയാൽ നിന്റെ മൊട്ടത്തല കാണിക്കാൻ പോവാണടി. അവൾ പറഞ്ഞു, ഇത്രയും വർഷം സൗദി അറേബ്യയിൽ എന്റെ കർത്താവിന്റെ ശരീരമില്ലാതെ ഞാൻ ജീവിച്ചു. വിശുദ്ധ കുർബാന ഒന്ന് കാണാൻ പോലും പറ്റാതെ ഞാൻ ജീവിച്ചു. ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഇടവക പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ എനിക്ക് എന്റെ യേശുവിന്റെ അടുത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല. അവൾ തലയിൽ തുണിയും ഇട്ട് പള്ളിയിൽ പോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല, തലമൂടി. പക്ഷേ കുർബാന കഴിഞ്ഞിട്ട് അവൾ അച്ഛനെ കാണാൻ ചെന്നു. വികാരിച്ചിട്ട് സ്കാർഫ് അങ്ങോട്ട് മാറ്റി. അച്ഛൻ നിലവിളിച്ചു പോയി, മോളെ നിനക്ക് എന്തു പറ്റി? അച്ഛനോട് എല്ലാ കാര്യവും പറഞ്ഞു. പൊട്ടത്തലയിൽ അച്ഛനെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു. കർത്താവിന്റെ അഭിഷിക്തൻ അവളെ അനുഗ്രഹിച്ചു. ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്ത വന്നു. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നേഴ്സുമാരെ ആവശ്യമുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്വാഗതം. ആപ്ലിക്കേഷൻ കൊടുത്തു, ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു. ഡൽഹിയിൽ വെച്ചാണ് ഇന്റർവ്യൂ. അവിടെ ചെന്നപ്പോ 14 നേഴ്സുമാർ വന്നിരിക്കുന്നു. ഒറ്റ ആൾക്കേ സെലക്ഷൻ ഉള്ളൂ, ഒറ്റ സീറ്റിന് വേണ്ടി 14 നേഴ്സുമാര്. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവർക്കും പരിചയമുണ്ട്, ഒരുമിച്ച് പഠിച്ചവരും ജോലി ചെയ്തവരുമാണ്. ആദ്യത്തെ ആൾ അങ്ങോട്ട് പോയി, ചോദ്യം ചോദിച്ചു, പൊക്കോളാൻ പറഞ്ഞു, ജോലിയില്ല. തിരിച്ചു വന്നു. രണ്ടാമത്തെ ആളും പോയി, പോയതുപോലെ വന്നു. മൂന്നാമത്തെ ആളും പോയി, പോയതുപോലെ വന്നു. ചുരുക്കി പറയാം 13 പേരും വന്നു. ഇവർ വന്നിട്ട് പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ആൾക്ക് പ്രാന്താന്ന് തോന്നുന്ന വെള്ളക്കാരിക്ക് രാവിലെ തലതിരിഞ്ഞിരിക്കുകയാണ്, അതിനാ നമ്മളെ കൊല്ലാനുള്ള ദേഷ്യമാണെന്ന് തോന്നുന്നു. 14ാമത്തെ താട്ട് നമ്മുടെ പെൺകുട്ടി ചെന്നു. വെള്ളക്കാരി മദാമ ഈറ്റപ്പുലിയെ പോലെ ഇരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യുവർ ഹെയർ? നിന്റെ മുടിക്ക് എന്ത് പറ്റി? അവൾ പറഞ്ഞു, മാഡം ഐ എം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാണ്. യേശുവിന് വേണ്ടി പ്രാർത്ഥന നടത്തിയതിനാൽ മുടി വെട്ടി മാറ്റപ്പെട്ട ഒരു പാവം പെൺകുട്ടിയാണ് ഞാൻ. പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തിയതിന്റെ പേരിൽ എന്റെ മുടി നഷ്ടപ്പെട്ടു. ആ മദാമയുടെ മുഖം ഗൗരവം നിറഞ്ഞു. ആ മദാമ പറഞ്ഞു, മകളെ, ഐ ആം ഓൾസോ എ ക്രിസ്ത്യൻ, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഞാൻ യേശുവിന് വേണ്ടി ഇന്ന് വരെ ഒന്നും സഹിച്ചിട്ടില്ല. നീ നിന്റെ സുന്ദരമായ മുടി യേശുവിന് വേണ്ടി കൊണ്ട് കളഞ്ഞില്ലേ? നിന്നെ കുറിച്ച് എനിക്ക് ഇനി കൂടുതലൊന്നും അറിയണ്ട. നിനക്ക് ഞാൻ വിസ അടിച്ചിരിക്കുന്നു, നിന്റെ പാസ്പോർട്ട് ഇങ്ങോട്ട് തന്നാലും. അവളുടെ പാസ്പോർട്ട് മേടിച്ചെടുത്തു മദാമ. തിരിച്ചു വന്നു. 13 കൂട്ടുകാരികൾ ചോദിച്ചു, നിന്റെ കാര്യം എന്തായി? അവള് പറഞ്ഞു, എനിക്ക് ജോലി കിട്ടി. തിരിച്ചു വീട്ടിൽ വന്ന് കയറിയപ്പോൾ അമ്മ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, എടിയ നാശം പിടിച്ചവളെ, പോയ കാര്യം എന്തായടി? അവള് പറഞ്ഞ, അമ്മേ എനിക്ക് ജോലി കിട്ടി. അല്ലേലും എന്റെ മോൾക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയാൻ വരുന്നത്. എന്റെ പൊന്നു മോൾ അങ്ങനെ നശിച്ചു പോകുമോ? അയ്യടാ. ആ പെൺകുട്ടി പറഞ്ഞു, ഡോക്ടറെ ഞാൻ എന്റെ അമ്മയെ വെറുത്തില്ല കേട്ടോ, ഞാൻ എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. പക്ഷേ ഭൂമിയിലെ സ്നേഹത്തിന്റെ കാപട്യവും അഭിനയവും അതിന്റെ അകത്തെ ആ വെട്ടിപ്പും തട്ടിപ്പും ദൈവം എന്നെ കാണിച്ചു തന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവൾ ഇന്ന് ഇംഗ്ലണ്ടിലുണ്ട് കേട്ടോ, മുടി വെട്ടിയിട്ടില്ല, ഇത്രയും മുടിയേ ഉള്ളൂ, മൊട്ടയല്ല, എന്റെ അത്രയും മുടിയുണ്ട്. അവളുടെ ഭർത്താവ് നല്ല ടീഷോടെ ജോലി ചെയ്യുന്ന വളരെ വിശുദ്ധനായ ഒരു ചെറുപ്പക്കാരൻ. ദൈവം അവർക്ക് 2 കുഞ്ഞു മക്കളെ കൊടുത്തു, നല്ല സമ്പത്ത് കൊടുത്തു, ജോലി കൊടുത്തു, സന്തോഷം കൊടുത്തു, സമാധാനം കൊടുത്തു. ദൈവത്തിന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുൾപ്പടർപ്പായി ആ കുടുംബം ഇന്ന് ഇംഗ്ലണ്ടിലുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിക്കുന്നു. നിങ്ങളോട് ഞാൻ ചോദിച്ച എല്ലാം മറന്നാലും ഒറ്റ കാര്യം മറക്കരുത്. 10 ലക്ഷം രൂപ നാളെ കളക്ടറേറ്റിൽ തന്നാൽ എങ്ങനെയായിരിക്കും അത് മേടിക്കാനായിട്ട് ഓടുന്നെന്നൊന്ന് ചിന്തിച്ചേ. ദൈവത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും അതിന്റെ പകുതി ആഗ്രഹത്തോടെ നിന്നിട്ടുണ്ടോ? 10 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ, മകളെ നാളെ അമേരിക്കയിലോട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ദാഹം കാണാം. മകന് കോലഞ്ചേരി MBBS മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓട്ടം കാണാം. പരിശുദ്ധാത്മാവിന്റെ കാര്യം വരുമ്പോ കുർബാനയുടെ പ്രസംഗമൊക്കെ തീർന്നിട്ട് ചെന്നാ മതിയടിയും അറിയാമേ. അവിടെ സംഘാടകർ പുറകിലത്തെ കസേരയൊക്കെ ഒഴിച്ചിട്ടിരിക്കും, പേടിക്കണ്ടടി, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചെന്നാ മതി. എന്തിനാ ഈ രാവിലെ അങ്ങോട്ട് ടക്ക 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 തുള്ളുന്നത്? വേണ്ടടി, അതൊക്കെ ദാവീദ് തുള്ളിക്കോളും, നമ്മൾ തുള്ളേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ കാഷ്വൽ, ഈ മെക്കാനിക്കൽ, ഈ യാന്ത്രികത എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ ആത്മാവിന് വേണ്ടി ദാഹിച്ചാൽ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും. ചേർന്ന് പറ ഹല്ലേലൂയ. ലോകത്തിലെ മറ്റെന്തിനേക്കാളും, എന്റെ ഡോക്ടർ ഡിഗ്രിയെക്കാളും ഞാൻ വിലമതിക്കുന്നു. പക്ഷെ എനിക്കറിയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ ടച്ച് ഇല്ലാതെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആത്മാവിന്റെ നിറവില്ലാതെ ഒരു ദിവസം ജീവിക്കേണ്ടി വന്നാൽ അന്ന് എന്നെ കൊന്നേക്കണം, എന്നെ നീ എടുത്തേക്കണം. എന്റെ പ്രായം എന്താന്ന് നോക്കണ്ട, എന്നെ എടുക്കണം. നിന്റെ ആത്മാവിന്റെ അഭിഷേകമില്ലാതെ ഒരു ദിവസം ഈ ലോകത്തെയും പ്രലോഭനത്തെയും അതിജീവിക്കാൻ നേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തോറ്റുപോകും. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ.